നമ്മളെ സുന്നിയായ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ നേതാവായ ഉമർ ഫൈസി മുക്കം അയാൾ ഒരു വിഷയം പറഞ്ഞു. അതിന്റെ പേരിൽ ഷാഫി ചാരി എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ എതിരെ ചില പ്രസ്താവനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഉമർ ഫൈസി പറഞ്ഞത് കേൾക്കാം. ബാപ്പയ്ക്ക് തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും പൈതൃകവും പാരമ്പര്യവും പറഞ്ഞുകൊണ്ട് സമസ്തയെ പഠിപ്പിക്കണ്ട. ആ പാരമ്പര്യം തന്നെയാണ് സമസ്തയുടെ പാരമ്പര്യം. ബഹുമാനപ്പെട്ട ഈ ഉമർ ഫൈസിക്ക് ദീർഘായുസും ആഫിയത്തും പഠിച്ചു കൊടുക്കട്ടെ. കാരണം സംസ്ഥയിൽ ഇത്രത്തോളം തുറന്ന് പറയുന്ന ഒരു പണ്ഡിതം ഉണ്ടായല്ലോ. ഉമർ ഫൈസി പറഞ്ഞ കാര്യത്തിൽ എന്താണ് തെറ്റ്? ഒരു കാലത്തും സുന്നിയാൾ അംഗീകരിക്കാത്ത, ഒരു കാലത്തും തങ്ങന്മാരെ അംഗീകരിക്കാത്ത, ഒരു കാലത്തും തങ്ങന്മാരെ കയ്യൊന്ന് പിടിച്ച് മുത്താത്ത, ഒരു കാലത്തും കൂട്ടപ്രാർത്ഥന സിയാർത്ത് നടത്താത്ത വഹാബികൾ എന്തിനാണ് സുന്നി പണ്ഡിതന്മാരെ പേര് വെച്ച് സമസ്തനെ പേടിപ്പിക്കുന്നത് എന്നാണ് ഈ ഉമർ ഫൈസി ചോദിച്ചത്. അതിനെന്താണ് തെറ്റ്? ഒരു ആനുകൂല്യവും അല്ല അവിടെ തരൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന തങ്ങൾ കുടുംബത്തിൽ ഒരു കാര്യമില്ല. ഞാൻ ഒന്നുകൂടി പറയുന്നത്, തങ്ങൾ കുടുംബത്തിൽ പെടാതിരിക്കാൻ ദുആ ചെയ്യുന്നത്. അതിൽ പെട്ടാ താടി ഉണ്ടാവില്ല, മീശ ഉണ്ടാവില്ല, സുന്നത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, തൊപ്പി മാത്രം ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. ഏത് തങ്ങൾക്കാ താടിയുള്ളത്? ചിന്തിക്ക്, എത്ര തങ്ങന്മാർക്ക് റസൂലിന്റെ താടിയുണ്ട്? ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ താടി പൊക്കിൾ കൊടി വരെയായിരുന്നു. എത്ര തങ്ങന്മാർക്കുണ്ട് ഇവിടെ? ഇബ്രാഹിം നബിനേക്കാൾ വലിയ തങ്ങളുണ്ടോ? ആ ഇബ്രാഹിം നബിന്റെ ബാപ്പയാ നരകത്തില്. അതിന് ഷാഫി ചാരി ഞാൻ പറഞ്ഞത് കേട്ടോ, ഭയങ്കര സംഭവമായിട്ട് കേട്ടോളി. സമസ്തന്റെ വേദിയാണെന്ന് ഒറ്റ ബഹുമാനം കൊണ്ടാ അത് മനസ്സിലാക്കണം. മാരി തോന്നിയാസം പറയുമ്പം സ്റ്റേജിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തവരൊന്നല്ല ഞങ്ങൾ. ഒന്ന് മനസ്സിലാക്കിക്കോ, വല്ലാതെ കളിക്കണ്ട. നിങ്ങളെ രക്ഷിക്കാൻ ഒരു CPIമാരും കഴിയില്ല. ഞങ്ങളെ യുവാക്കളെങ്ങാനും ഇറങ്ങി പുറപ്പെട്ടാൽ അത് എവിടെ വരെ എത്തുമെന്ന് ഞങ്ങൾക്കിപ്പോ പറയാൻ കഴിയില്ല. ഷാഫി ചാലിയം ഒരിക്കലും ഇടപെടാൻ പറ്റാത്തൊരു വിഷയത്തിലാണ് ഇടപെട്ടിട്ടുള്ളത്. ഷാഫി ചാലിയം മുസ്ലിം ലീഗിലുള്ള ഒരു മുജാഹിദ് നേതാവാണ്. ഈ ചാലിയത്തിന്റെ പ്രസ്താവന കണ്ടുകണേ ഞാൻ എന്ത് ചെയ്തു, ഇവിടെയുള്ള ചില ഷജറിന്റെ കുട്ടികളുണ്ട്, ഷജറ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന് മാറ്റി നിർത്തിയിരുന്നു. ഓരോന്ന് പോയി സംസാരിച്ചു, എന്താണ് ചെയ്യുക, എന്താണ് ഈ വിഷയം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട സമസ്തന്റെ ആർജവമുള്ള പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും സ്റ്റേജിൽ കയറിയിട്ട് തടുക്കാൻ ഉസ്തറുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് തടുക്കട്ടെ എന്ന ഷജറിന്റെ കുട്ടികൾ പറഞ്ഞേ. എന്തിനാന്നറിയോ? ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് ഇവിടുത്തെ സുന്യാക്കും ജീവിക്കണം. അത് ഇവിടുത്തെ ഇൽമ് പറഞ്ഞ്, ഇവിടുത്തെ സുന്യാളെ കാര്യങ്ങൾ പറഞ്ഞ്, ഇവിടുത്തെ സുന്യാളെ മുന്നിൽ വന്ന ആശയം പറഞ്ഞ് അങ്ങനെ തന്നെ ജീവിക്കും. പച്ച സാധു ഒരു തങ്ങളെ പച്ചക്ക് തെറി വിളിച്ചു. ഈ ഷാഫി ഒന്നില്ലായിയോ? ഷാഫി പെട്ടെന്ന് ഉണ്ടായതാ. ഷാഫിക്ക് 3 വയസ്സായിട്ടുള്ളൂ. എവിടെ ഷാഫി ഉണ്ടായിന്? എല്ലാവർക്കും കയ്യിലെല്ലാരും കുഞ്ഞാലിക്കുട്ടിനെ കുറ്റം പറയാ, മറ്റുള്ളവരെ പാട്ടിനെ കുറ്റം പറയാ. നീ മനസ്സിലാക്കിയോ? കയ്യിലാക്കി പാട്ടിനെ കുറ്റപ്പെടുത്തുന്നത് ചന്ദ്രികയുടെ വിഷയത്തിൽ യോഗം പിടിച്ചിട്ട് നമ്മളെ മുസ്ലിം ലീഗില് ഇപ്പോ പ്രസിഡന്റ് ആയിട്ട് വരുന്ന ആള് നോക്കണേ. ഈ പറഞ്ഞ ഷാഫി, KM ഷാജി തങ്ങന്മാരെ സ്നേഹം ഇങ്ങനെ ഒരുക്കണേ. എന്താന്നറിയോ ഈ സ്നേഹം ഇങ്ങനെ ഒരുക്കുക? നമ്മളെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ അഭിമാനാണ്. ബഹുമാനപ്പെട്ട സയ്യിദായ വലിയ തങ്ങൾ പാണക്കാട്, ആ തങ്ങളെ കബറ് ഇതുവരെയായിട്ട് ഈ ഷാഫി ചാലിയം പറഞ്ഞ ആളൊന്ന് സിയാർത്ത് ചെയ്യാൻ പോയിക്കണം. ധൈര്യം ഉണ്ടോ സിയാർത്ത് ചെയ്യാൻ? ഈ പറഞ്ഞ പാണക്കാടിലെ തങ്ങന്മാരെ കൈയൊന്ന് പിടിച്ച് മുഷാവറ ചെയ്ത് ഒരു മുത്തം കൊടുക്കാൻ ധൈര്യം ഉണ്ടോ? 1989 കാന്തപുരസ്താദ് ഇറങ്ങി പോന്നപ്പോ നിങ്ങൾ ഇതേ പണിയല്ല കാട്ടി, ഇതിലും വലിയ പണി കാട്ടി. അയാളെ എവിടെല്ലാം ആക്രമിക്കാൻ പറ്റുമോ ആവട്ടം മുഴുവൻ ആക്രമിച്ചു. പാവപ്പെട്ട കുണ്ടൂർസ്ഥാന് 2 കുട്ടികളാണ് ഇല്ലാതാക്കിയത്. ഇപ്പോഴും ഉള്ള പരിപാടി തന്നെ. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട ഉമർ ഫൈസി പോലത്തെ പണ്ഡിതന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് മുടി നീച്ചാൻ ഒരു തങ്ങൾ ആമട്ടം തെറി വിളിച്ചിട്ട് അതിനെതിരെ ഉണ്ടായിട്ടില്ല. ഈ ഷജറ എന്ന് പറഞ്ഞ സുന്നിയിൽ ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തിയിരുന്നപ്പോ ഷജറ സഖാക്കളായി. എന്തെങ്കിലും പ്രശ്നമുണ്ടായി അപ്പൊ സഖാക്കളെ മേത്ത് കേട്ട് അങ്ങനെ കുറച്ച് വളവന്മാരുണ്ട്. അപ്പൊ സഖാവായി. റസൂലുള്ളാഹിക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്തിട്ട്, എന്നാൽ ഇവർക്ക് അപ്പഴൊന്നല്ല. ഇവിടെയുള്ള മുസ്ലിം ലീഗിന് നുബുവത്തിട്ട് 20-ാമത്തെ വയസ്സ് കിട്ടി. മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാക്കിയത് വഹാബികളാണ്. വഹാബികളുടെ ലക്ഷ്യം നേടാനാണ്. ഇവിടെ UDFന്റെ ഭരണകാലത്ത് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ വഹാബികളെ നേടിയെടുത്തു ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം വോട്ടാണ്.
അത് ഈ സുന്യാളെ വോട്ട് പിടിച്ച് സുന്യാതനെ ആക്രമിക്കുക. അതാണ് നിങ്ങളെ പരിപാടി.